ഒരു കുഞ്ഞ് ആഗ്രഹം മനസ്സിൽ വെച്ച് നടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായിട്ടോ. എന്താണെന്നറിയില്ല, എന്തെങ്കിലുമൊക്കെ കാരണവശാൽ അതിങ്ങനെ മുടങ്ങിപ്പോവും. പക്ഷേ ഇത്തവണ അത് നടക്കാൻ പോവുകയാണെന്നുള്ളതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ മുഖത്ത് കാണാൻ പറ്റുന്നത്. എന്തായിരിക്കും ആഗ്രഹം, എവിടേക്കാണ് ഞങ്ങൾ പോകുന്നതെന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് ചെറിയൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവില്ലേ? എന്തായാലും ഞങ്ങൾ കോഴിക്കോട് നിന്ന് കണ്ണൂർ വരെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അതേ പോകുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ രാവിലെയാണ് കേട്ടോ ഇറങ്ങിയത് വീട്ടിൽ നിന്ന്. അപ്പം പോകുന്നതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ കൂടെ ആരൊക്കെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമ്മയും ഉണ്ട്, അതേപോലെ ഏട്ടൻ്റെ അമ്മയും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഏട്ടൻ്റെ അമ്മേനെ. കാരണം വെച്ചാൽ ഏട്ടൻ്റെ സെയിം ഫേസ് കട്ടാണ് കേട്ടോ അമ്മയ്ക്ക്. രണ്ടുപേരും ഒരേപോലെയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനും അമ്മമ്മയും എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പൂരിയും മസാലയും ഓർഡർ ചെയ്തു കേട്ടോ. അതേപോലെ നമ്മുടെ വാമിക്കുട്ടിക്ക് വേണ്ടിയിട്ട് നെയ് റോസ്റ്റ് ഓർഡർ ചെയ്തു. പക്ഷേ ശ്യാമേട്ടൻ എവിടെ പോയി കഴിഞ്ഞാൽ പുട്ട് വിട്ട് ഒരു കളിയുമില്ല കേട്ടോ. പുട്ടാണ് ഏട്ടൻ്റെ ഫേവറേറ്റ് ഭക്ഷണം. അതുകൊണ്ട് തന്നെ ഏട്ടൻ പുട്ട് കഴിച്ചിട്ടാണ് കേട്ടോ സന്തോഷം കണ്ടെത്തിയത്. രാവിലെ ഇറങ്ങിയോണ്ട് തന്നെ എല്ലാവരും ഉറക്കം തൂങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, എവിടെ പോവാണെങ്കിലും കാറിലിരുന്നാൽ അങ്ങനെ അങ്ങോട്ട് ഉറക്കം വരില്ല കേട്ടോ. ഉറക്കം വരാത്തതിന് ചിലപ്പോൾ മേ ബി വേറൊരു റീസണും കൂടി ഉണ്ടാവും കേട്ടോ. കാരണം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കണ്ണൂർ പോണതിൻ്റെ തലേദിവസമായിരുന്നു ഏട്ടൻ്റെ പെങ്ങളെ വാവയുടെ ഫസ്റ്റ് ബർത്ത്ഡേ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ആഘോഷിച്ച് ഏകദേശം 1:30 ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത് രാത്രി. ആ ഒരു സമയത്താണ് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ കണ്ണൂർ പോകാനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കിയത്. അതിനുള്ളൊരു മെയിൻ റീസൺ വേറെ ഒരു സംഭവം കൂടിയുണ്ട്. അതായത് ഏട്ടൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള നിവേദേട്ടന് വാവ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അവരെ വീട് കണ്ണൂരാണ് കേട്ടോ. അപ്പോൾ വാവേനെ കാണാനും പോകണം, അതെന്തായാലും പോകാണ്ടിരിക്കാനും പറ്റില്ല. നമ്മളായിട്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ അവർ. അപ്പോൾ വാവേനെ കാണാൻ എന്തായാലും പോകണമല്ലോ എന്നുള്ളൊരിതിൽ ഞങ്ങൾ കണ്ണൂർ പോകാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, എന്തായാലും നിനക്ക് നല്ലൊരു ആഗ്രഹം ഉണ്ടല്ലോ മനസ്സിൽ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് അത് രണ്ടും നടക്കുമല്ലോ ഒരുമിച്ചിട്ട്, അപ്പോൾ നമുക്ക് പോയാലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. ഞാൻ അപ്പം തന്നെ പറഞ്ഞു, കേട്ടോ എന്തായാലും നമുക്ക് പോവാം, ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കണ്ണൂർ സെൻട്രൽ ജയിലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ താണ്ടി ഞങ്ങൾ എവിടെ എത്തിയെന്ന് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ. ഇപ്പം ആ സസ്പെൻസ് ഒക്കെ പൊളിഞ്ഞു അല്ലേ. ഞങ്ങൾ അങ്ങനെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അമ്പലത്തിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ വരിക മാത്രമല്ല കേട്ടോ ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, നമ്മുടെ വാമിക്കുട്ടിക്ക് വേണ്ടി ഇവിടുന്ന് മുത്തപ്പൻ്റെ നടയിൽ വെച്ചിട്ട് ഒരു ചോറൂണും കൂടെ ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മാത്രമല്ല കേട്ടോ മനസ്സിൽ വിചാരിച്ചത്, ശ്യാമേട്ടൻ്റെ ഏട്ടനും അതായത് വാമിക്കുട്ടിയുടെ വല്യച്ഛനും അത് വാമിക്കുട്ടി ജനിച്ച സമയത്തെ മനസ്സിൽ വിചാരിച്ചൊരു കാര്യമാണ് കേട്ടോ. അപ്പം അത് ഇപ്പം വാമിക്കുട്ടിക്ക് ഏകദേശം 3 വയസ്സാവാറായി. ഇപ്പോഴാണ് അത് നടന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്തായാലും അത് നടന്നല്ലോ എന്ന് ആലോചിച്ചിട്ട് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ തോന്നുന്നത്. അവളിങ്ങനെ മുത്തപ്പൻ്റെ ആ ഒരു നടയിലേക്ക് ഇങ്ങനെ കയറി ചെന്ന് ചോറൂണിന് വേണ്ടി കയറി ചെല്ലുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു സന്തോഷവും എന്താ പറയുക, കണ്ണുന്ന് ഒരു തുള്ളി കണ്ണുനീര് വന്നോന്ന് വരെ എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഈ പറശ്ശിനിക്കടവുള്ള മുത്തപ്പൻ്റെ അമ്പലത്തിലെ ജാതി ഭേദ മതമന്യേ എല്ലാവർക്കും ചെന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റൂ കേട്ടോ. അതന്നെ ഒരു വലിയ ഒരു അടിപൊളി കാര്യം തന്നെയല്ലേ അല്ലേ. എന്തായാലും ആ മുത്തപ്പൻ്റെ നടയിൽ വെച്ച് നമ്മുടെ വാമിക്കുട്ടിക്ക് വേണ്ടിയിട്ട് ചോറൂണ് കഴിപ്പിച്ചപ്പോൾ ഉണ്ടായിരുന്നു ഒരു സന്തോഷം എൻ്റെ മക്കളെ. അങ്ങനെ ഇതേ വാമിക്കുട്ടിയുടെ പേര് ചെവിയിൽ 3 വട്ടം ഓതാൻ പറഞ്ഞു കേട്ടോ അവിടുത്തെ നമ്പൂരി. അങ്ങനെ ഏട്ടൻ 3 വട്ടം വാമിക്കുട്ടിയുടെ പേര് ഓതി കൊടുത്തതിന് ശേഷം നമ്മുടെ ചോറ് വായിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതേ വാമിക്കുട്ടിക്ക് എന്താണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്പോറ്റീനെ നടയിൽ വെച്ചിട്ട് ചോറ് തരുമോ, അപ്പം മോള് കഴിക്കണം എന്നൊക്കെ. അപ്പോൾ ആൾ നല്ല സന്തോഷത്തിൽ ഇങ്ങനെ കഴിക്കാൻ കേട്ടോ. പിന്നെ ഞാനാണ് കേട്ടോ കൊടുത്തത്. ഞാനും ഇങ്ങനെ 3 വട്ടം പേരൊക്കെ ഓതിയതിന് ശേഷമാണ് കേട്ടോ കൊടുത്തത്. പിന്നെ അമ്മമ്മയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മമ്മയും വാമിക്കുട്ടീൻ്റെ ചെവിയിൽ പേരൊക്കെ വായിച്ചിട്ട് ഇതാ നമ്മുടെ ചോറ് വായിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊരു വല്ലാത്തൊരു അനുഗ്രഹം തന്നെയല്ലേ. നമ്മുടെ വാമിക്കുട്ടിയുടെ മുത്തശ്ശിയും അതേപോലെ വാമിക്കുട്ടിയുടെ അച്ഛമ്മയൊക്കെ ഇങ്ങനെ ചോറ് ആ മുത്തപ്പൻ്റെ നടയിൽ വെച്ച് കൊടുക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഐശ്വര്യം തോന്നിയിട്ടോ എനിക്ക്. ബാക്കി ഫാമിലിയിലുള്ള എല്ലാവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. പക്ഷേ ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് ആർക്കും പെട്ടെന്ന് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. ആ ഒരു വിഷമം മനസ്സിലുണ്ടായിരുന്നു. എന്നാലും വേണ്ടിയില്ല, അമ്മമ്മയൊക്കെ ഉണ്ടല്ലോ, അതന്നെ ഒരു സന്തോഷം. ഞങ്ങൾ ചെന്ന ആ ഒരു ദിവസം നല്ലൊരു ദിവസമായിരുന്നു എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ മുത്തപ്പൻ എല്ലാം കൊണ്ടും ഇങ്ങനെ വഴി കാണിച്ചു തന്ന പോലെ ആയിപ്പോയി. കാരണം എന്താ വെച്ചാൽ ഒരു തിരക്കില്ലാണ്ട് ഞങ്ങൾക്ക് മോൾക്ക് ചോറൂണ് കറക്റ്റ് സമയത്ത് കൊടുക്കാൻ പറ്റി. ഉള്ളിൽ കയറിയിട്ട് ഒരു തിരക്കില്ലാണ്ട് ആ നടയിൽ ചെന്ന് തൊഴാൻ പറ്റി.
പിന്നെ മുത്തപ്പൻ്റെ വെള്ളാട്ടം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ, അത് രാവിലെയും വൈകിട്ടുമാണ് ഉണ്ടാവാറ്. അത് കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് നല്ലോണം നടന്നു കേട്ടോ. അങ്ങനെ ഇതേ മാമിക്കുട്ടിക്ക് ചോറൂണ് കൊടുത്ത ആ ഒരു പ്രസാദം ഉണ്ടല്ലോ, അത് ആ അമ്പലത്തിൻ്റെ നടയിൽ വെച്ചിട്ട് തന്നെ കഴിക്കണം എന്നാണ് കേട്ടോ അവിടുത്തെ നമ്പൂരി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് പുറത്തു കൊണ്ടുപോയി കളയാനോ അല്ലെങ്കിൽ വീട്ടിലേക്ക് എടുക്കാനോ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ആ ഒരു പ്രസാദം അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇനി നടയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ ഒരു ഹൗസ് ബോട്ടൊക്കെ പോകുന്നത് കണ്ടില്ലേ. ഇവിടെ ഹൗസ് ബോട്ട് സഫാരി ഒക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മുത്തപ്പൻകാവിൽ വന്നു കഴിഞ്ഞാൽ ഹൗസ് ബോട്ടിലൊക്കെ പോകാനുള്ള ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകുന്നതിന് മുന്നേ കാലൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വേണം കേട്ടോ അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെ നല്ലൊരു പുഴയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അവിടെ പോയി കാലൊക്കെ കഴുകുകയാണ് കേട്ടോ എല്ലാവരും. ഞാൻ മുത്തപ്പൻകാവിൽ ചെറുപ്പത്തിൽ എങ്ങാണ്ട് വന്നതാണ് കേട്ടോ. ഒരുപാട് കാലമായി വന്നിട്ടെങ്കിലും വലിയ മാറ്റങ്ങളൊന്നും എനിക്ക് തോന്നില്ല. കുറച്ച് ചെറിയ റെനോവേഷൻസ് ഒക്കെ നടന്നു എന്നല്ലാണ്ട് എൻ്റെ മനസ്സിലുള്ളൊരു പിക്ചർ എന്താണോ, അതായത് പണ്ട് ഞാൻ പോയിട്ടുള്ള മനസ്സിലുള്ളൊരു പിക്ചറില്ലേ, ആ ഒരു പിക്ചർ എന്താണോ അതൊന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയി എന്ന് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ കേട്ടോ. അവിടുത്തെ ആ ഒരു പരിസരമൊക്കെ എന്തായാലും ഇതേ അമ്പലത്തിൽ നടേൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. അവിടെ വീഡിയോ ഒന്നും അലൗഡ് അല്ല. അതേപോലെ എനിക്ക് നമ്മൾ പ്രാർത്ഥിക്കാനല്ലേ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്, അവിടെ പോയി വീഡിയോ എടുക്കാൻ എനിക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ മനസ്സ് നിറയെ തൊഴുത് പ്രാർത്ഥിച്ചു കേട്ടോ. കാരണം ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ പിന്നെ അവിടെ തന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ ഭക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ നല്ല ചോറും സാമ്പാറും തൈരൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ചു കേട്ടോ. ഏത് മതത്തിലുള്ള ആൾക്കാർക്കായാലും ഇവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം കേട്ടോ, ഒരു പ്രശ്നമില്ലേ. പിന്നെ ഇതേ കണ്ടല്ലോ, ഇവിടെയൊക്കെ കുറേ ഫോട്ടോ ഫ്രെയിംസ് കണ്ടില്ലേ, ഇത് ഓരോരുത്തർ വരച്ചിട്ട് ഭഗവാനെ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഓരോ ഫ്രെയിംസും കാണാൻ വേണ്ടിയിട്ട്. എത്ര അടിപൊളിയായിട്ടാണ് ആൾക്കാർ ഇങ്ങനെ വരച്ചതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫീൽ വന്നു കേട്ടോ. ഈ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ, എന്ത് രസമായിട്ടല്ലേ ആൾ വരച്ചിട്ടുണ്ടായിരുന്നത്. ആളുടെ പേരും ഉണ്ടായിരുന്നു കേട്ടോ അടിയിൽ. നല്ല രസമായിട്ട് ഇങ്ങനെ കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ നോക്കിയതിന് ശേഷം ഞങ്ങൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. ഇനി അടുത്ത പ്രസാദം കഴിക്കാനുള്ള പോക്കാണ് കേട്ടോ. അതായത് ഈ അമ്പലത്തിൽ എപ്പോഴും കിട്ടുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മമ്പയർ പുഴുങ്ങിയതും തേങ്ങാപ്പൂളുമാണ് കേട്ടോ. അതാണ് ഇവിടുത്തെ ഭഗവാന്റെ പ്രധാന എന്താ പറയുക പ്രസാദം എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രസാദം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ അവർ ലൈറ്റായിട്ടൊരു ചായയും കൂടെ തരും കേട്ടോ. അപ്പം ഞങ്ങൾ അതൊക്കെ കഴിച്ച് ഇങ്ങനെ നല്ല രസത്തിലിരിക്കുകയാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ മമ്പയറും തേങ്ങാപ്പൂളും കൂടെ. അതൊക്കെ കഴിച്ച് പിന്നെ അമ്മയ്ക്കും എന്തൊക്കെയോ വഴിപാടൊക്കെ കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവരതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. പിന്നെ അതേ അച്ഛമ്മയും മോളും കൂടെ ഭയങ്കരമായ സ്നേഹപ്രകടനങ്ങളായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ വെച്ച് കളിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ കുറച്ച് ഫോട്ടോസൊക്കെ അതിൻ്റെ ഇടയിൽ എടുത്തു കൊടുക്കണ്ടായിരുന്നു. ഭാമിക്കുട്ടീനെ ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊന്നും കിട്ടാറേ ഇല്ല കേട്ടോ. ഓടിക്കളിച്ച് നടക്കല്ലേ ചെയ്യുക ആൾ. പിന്നെ എങ്ങനെയൊക്കെയോ ഫോട്ടോ ഒക്കെ എടുത്തു. അതിനുശേഷം പിന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പിന്നെ പറയണ്ടല്ലോ, നിറയെ മറ്റേ ടോയ്സിൻ്റെ സ്റ്റോറായിരുന്നു. ടോയ്സും പിന്നെ മാലയും വളയും ഒക്കെയുള്ള സ്റ്റോറായിരുന്നു. അപ്പോൾ പിന്നെ വാമിക്കുട്ടിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള വാശി പിടിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വാമിക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ടോയ് വാങ്ങിച്ചു കൊടുത്തു. അതേപോലെ ഏട്ടൻ്റെ മോനും പെങ്ങളെ മോക്കും വേണ്ടിയിട്ടും, മോക്ക് മാത്രമല്ല മോന് വേണ്ടിയിട്ട്, അങ്ങനെ എല്ലാവർക്കും വേണ്ടി കുട്ടിപ്പടയ്ക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് കുറച്ച് ടോയ്സൊക്കെ വാങ്ങി. പിന്നെ എനിക്ക് 2-3 കമ്മലൊക്കെ വാങ്ങി കേട്ടോ. പിന്നെ അവിടുന്ന് അമ്മയും അമ്മമ്മയൊക്കെ എന്തൊക്കെയോ പൊരിയും നുറുക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അതൊക്കെ വാങ്ങി പിന്നെ ഞങ്ങളിതേ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ പിന്നെ കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. നമുക്ക് പെയ്ഡ് പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്തെടുത്തുനിന്ന് കാറൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ ഇനി നെക്സ്റ്റ് പോകുന്നത് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വാവിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി വാവിനൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഏട്ടൻ്റെ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ വീട് നമ്മുടെ കണ്ണൂർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവരെ വേഗം ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് വരുത്തി കേട്ടോ. അവരും ഇതേപോലെ ലീവിന് വന്നതാണ് കേട്ടോ. അവർ കാശ്മീരാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവരും ഇങ്ങനെ ലീവിന് വന്ന സമയത്ത് നമ്മളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നു കേട്ടോ. എനിക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ് കേട്ടോ ഈ അഞ്ജു എന്ന് പറയുന്നത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏട്ടൻ ത്രൂ കിട്ടിയ ഒരു ഫ്രണ്ടാണ്. ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാണ് കേട്ടോ. പക്ഷെ നമ്മൾക്ക് ഒരേ സെയിം വൈബിൾ ആൾക്കാർ പെട്ടെന്ന് കണക്റ്റ് ആവുമെന്ന് പറയില്ലേ, അങ്ങനെ പെട്ടെന്ന് കണക്റ്റ് ആയ ആൾക്കാരാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഡൽഹിയിൽ ഒരുമിച്ചായിരുന്നു. ഒരേ സമയത്ത്, ഏകദേശം ഒരേ സമയത്താണ് നമ്മൾ പ്രഗ്നൻ്റ് ആയതും ഡെലിവറി ആയതും. ഇപ്പോൾ ഇതേ മക്കളൊക്കെ രണ്ടുപേരും ഒരേ വയസ്സിൽ ഇതേ വലുതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരും നല്ല കൂട്ടാണ് കേട്ടോ. നമ്മൾ ഇടയ്ക്ക് വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതുകൊണ്ട് വലിയ പരിചയക്കേടൊന്നുമില്ല കേട്ടോ രണ്ടുപേർക്കും.
ദച്ചുവിന് ആദ്യം ചെറിയൊരു മടി ഉണ്ടായിരുന്നു കേട്ടോ വാമിക്കുട്ടീൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പിന്നെ രണ്ടാളും ഭയങ്കര കൂട്ടായിട്ടോ. എന്തൊക്കെയോ കഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടായിരുന്നു, എന്തൊക്കെയോ കളികൾ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല വൈബാണ് രണ്ടുപേരും കൂടി കഴിഞ്ഞാലേ, നല്ല രസമാണ്. ഇത് ആ വാമിക്കുട്ടീൻ്റെ വയ്യാലെ പോകുന്നുണ്ടല്ലേ ദച്ചുക്കുട്ടി. അങ്ങനെ ഇത് വാമിക്കുട്ടിക്കാണെങ്കിൽ നമ്മുടെ മുത്തപ്പൻകാവെന്ന് വാങ്ങിയ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതും കഴുത്തിലിട്ടിട്ട് നടക്കാണ് കേട്ടോ ആള്. അപ്പം ദച്ചുവിന് പോലും കൊടുക്കുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര ഇതായിരുന്നു. അതിനുശേഷം ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ചായ ഒക്കെ കുടിക്കാൻ വേണ്ടി കയറി കേട്ടോ. അപ്പോൾ ഇത് രണ്ടുപേർക്കും മറ്റേ ബേബി ചെയറിലൊക്കെ പിടിച്ചിരുത്തിയിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരും ഒരേപോലെയാണ് ഇപ്പോൾ ഞങ്ങൾ കൊണ്ടുനടക്കണത്. പിന്നെ ക്രിസ്മസിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ അമ്മ അതേ ക്രിസ്മസിൻ്റെ ആ ഒരു ക്രിസ്മസ് പപ്പേൻ്റെ ഒക്കെ ഫോട്ടോ ഉണ്ടായിരുന്നു അവിടെ വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. ആ ഒരു നല്ല വൈബുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ അവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. നല്ല രസമായിരുന്നു. അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഞങ്ങൾ. പിന്നെ ദേ നല്ല രസത്തിൽ ഇങ്ങനെ മാമിക്കുട്ടിയും ദച്ചുക്കുട്ടിയും അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോകാനായപ്പോൾ ശരിക്കും പറഞ്ഞാൽ പോകാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് മതിയാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ കുറേ കാലം കഴിഞ്ഞാണല്ലോ അവരെ മീറ്റ് ചെയ്യുന്നത്. അപ്പം പിന്നെ ഒരു രസമായിരുന്നു. പിന്നെ മക്കൾക്കായാലും പോകണമെന്ന് ഒരു ഇതും ഉണ്ടായിരുന്നില്ല. കാരണം രണ്ടുപേർക്കും ഇങ്ങനെ കളിക്കാൻ ആളെ കിട്ടിയോണ്ട് ഭയങ്കര രസത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ ഫോട്ടോസ് കിട്ടാനാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഒരു വിധത്തിലാണ് അവിടെ പിടിച്ചിരുത്തിയിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തത് കേട്ടോ. പിന്നെ അതേ അഞ്ജുവിൻ്റെ കൂടെ കുറച്ച് അല്ലറ ചില്ലറ കളികളും ഫോട്ടോസൊക്കെ ഞങ്ങളും എടുത്തു കേട്ടോ. പിന്നെ അവർ സെൽഫിയൊക്കെ എടുക്കുമായിരുന്നു 3 പേരും കൂടെ, അതായത് ശ്യാമേണ്ടും മക്കളും കൂടെ കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാറായിട്ടോ. എന്തായാലും ഇത്തവണത്തെ നമ്മുടെ കണ്ണൂർ ട്രിപ്പ് മുത്തപ്പൻ സഹായിച്ചിട്ട് അടിപൊളി തന്നെയായി തന്നെ പറയാം കേട്ടോ. അടിപൊളി ഒരു ദിവസമായിരുന്നു ഒന്ന്.